പുതിയ ടീച്ചർമാർക്ക് അവരുടെ ക്ലാസ് എങ്ങനെ രസകരമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ എന്തായാലും ഷെയർ ചെയ്യണം. പിന്നെ എന്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം ഇത് ടീച്ചർമാരുടെ ചാനലാണ്. അപ്പൊ നമുക്ക് നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം. അപ്പോ നമുക്ക് നമ്മുടെ ക്ലാസ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്ന് നോക്കാം. ഇതിന് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി എന്ന വേർഡ് കേൾക്കാത്ത ഒരു ടീച്ചർമാരും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ ക്രിയേറ്റിവിറ്റി എന്ന വേർഡിനെ രണ്ടായി മുറിക്കാം. അതെങ്ങനെയാണ്? ക്രിയേറ്റ് ആൻഡ് ആക്ടിവിറ്റി. ഇനി നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ 100% ഉറപ്പാണ് കുട്ടികൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് തന്നെയായിരിക്കും ബെസ്റ്റ് ടീച്ചർ അവാർഡ് തരുന്നത്. കാരണം നിങ്ങൾ ഈ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ആക്ടിവിറ്റി ക്ലാസ്സിൽ ചെയ്യിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് നിങ്ങളുടെ ക്ലാസ് ഒരിക്കലും മടുക്കില്ല. ഇനിയിപ്പോ നിങ്ങൾ ഒരു കിൻഡർ ഗാർഡൻ ടീച്ചർ ആയാലും പ്രൈമറി ക്ലാസ് ടീച്ചർ ആയാലും ഹൈസ്കൂൾ ടീച്ചർ ആയാലും ഈ ആക്ടിവിറ്റി ഉപയോഗിച്ച് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ച കാര്യം ആ കുട്ടികളുടെ മനസ്സിൽ എന്നേക്കുമായിട്ട് തറച്ചിരിക്കും. അത് അവർ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. ഇപ്പൊ ഒരു കാര്യം പറയാം, ഈ സ്വിമ്മിങ്ങും അതുപോലെ ഡ്രൈവിങ്ങും കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും പഠിക്കണമെങ്കിൽ അത് രണ്ടും നമ്മൾ ചെയ്യണം. സ്വിമ്മിങ് പഠിക്കാൻ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണം, ഡ്രൈവിംഗ് പഠിക്കാൻ നമ്മൾ വണ്ടി ഉപയോഗിക്കണം. ഇത് രണ്ടും ചെയ്താലല്ലേ നമുക്ക് സ്വിമ്മിങ്ങും ഡ്രൈവിങ്ങും പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ക്ലാസ്സിൽ ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്ക്. ഒന്ന് ഇതുവരെ തുടങ്ങാത്തവര് ഒന്ന് ആക്ടിവിറ്റി മെത്തേഡിലൂടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ പല ഐഡിയാസും കിട്ടും. ഇപ്പോഴത്തെ കുട്ടികള് വളരെ ഇന്റലിജന്റ് ആണ്. നിങ്ങൾ പല കാര്യങ്ങളും നെറ്റിലും ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്യുന്നില്ലേ? അതുപോലെ ഈ കുട്ടികളും ഇതൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഓൾറെഡി അവര് പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളും അതുപോലെ സെർച്ച് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പറ്റിയ ഉപകാരപ്രദമായ കാര്യങ്ങള് സെർച്ച് ചെയ്തിട്ട് അത് കാണുക, എന്നിട്ട് അത് മനസ്സിലാക്കുക, എന്നിട്ട് അതിന്റെ കൂടെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ, ഒരു ചെറിയ കാര്യമാണെങ്കിലും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ അത് ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അല്ലാതെ കുട്ടികൾ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുമെടുത്ത കാര്യങ്ങൾ അത് തന്നെ ചില കുട്ടികൾ ട്യൂഷനും പോകുന്നുണ്ടാവും. അപ്പൊ അവിടെയും അവരത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അവർക്ക് ഓൾറെഡി മടുത്ത കാര്യങ്ങളാണ്. അപ്പൊ അവരെ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും പുതിയതായ ഒരു കാര്യം ചെയ്തിട്ട് വേണം പഠിപ്പിക്കാൻ. അതായത് കുട്ടികൾ ഇത് ഓൾറെഡി കണ്ടും കേട്ടും മടുത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ടീച്ചർമാർ അതിൽ നിന്നും മാറി കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയും അവര് പോലും അറിയാതെ അവര് ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അവരിൽ ഒരു താല്പര്യം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അപ്പോ നിങ്ങൾ പുതിയ ടീച്ചർമാർ ഈ ക്രിയേറ്റിവിറ്റി എന്ന വേർഡിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. പുതിയ ടീച്ചർമാർ എല്ലാവരും ഒരുപാട് ആക്ടിവിറ്റീസ് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ക്ലാസ്സിൽ കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.